എനിക്ക് 12 പേരിൽ ഒരാളായിട്ടുള്ള ഒരു മഹിളാ സമന്വയ സമിതിയുടെ ചുമതലക്കാരിയുമാണ്. കൂടാതെ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഇൻചാർജുമുണ്ട്. പൊടുന്നനെ പാലക്കാട് സ്ഥാനാർത്ഥിയാകണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നവരോട് പറയാനുള്ളത്, പാലക്കാട് വലിയ ഒരു മൂവ്മെന്റാണ് വികസനത്തിന്റെ മേഖലയിൽ നടക്കാൻ പോകുന്നത്. അത് ആര് വന്നാലും വന്നില്ലെങ്കിലും, ഞാൻ വന്നാലും വന്നില്ലെങ്കിലും, കേന്ദ്ര ഗവൺമെന്റ് വലിയ വികസന പദ്ധതികൾ ഒരു സുവർണ കോറിഡോറിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാലക്കാടിനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, കാരണം പല രീതിയിലുള്ള ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കേൾക്കാൻ, അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഹൃദയത്തിൽ വെച്ച് നമുക്ക് മറ്റു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഒരു പേപ്പറിന്റെ രൂപത്തിൽ എനിക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക്, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നുകൂടി പറയുകയാണ്. എന്നോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു, ശോഭ എന്താണ് പാലക്കാടിന് വേണ്ടി ചെയ്യുക എന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, ശോഭയായിരിക്കില്ല, പാലക്കാടിലെ ജനങ്ങളായിരിക്കും. ഒരു ജനസഭ വിളിച്ചു കൂട്ടിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോർണറുകളിൽ നിന്ന്, ആളുകളിൽ നിന്ന് അങ്ങനെ തുടങ്ങാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കിവിടെ വരാൻ സാധിച്ചതിനും, അതുപോലെ തന്നെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാത മാത്രമാണ് മതങ്ങൾ എന്ന് പറയുകയും, അതിൽ ഈദ് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം എന്നാണ്. കാരണം പെരുന്നാൾ ഒരാൾ ആഘോഷിക്കുമ്പോൾ, ഈദ് ആഘോഷിക്കുമ്പോൾ നിന്റെ ചുറ്റുമുള്ള അയൽക്കാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കണമെന്നും, നീ സക്കാത്ത് കൊടുക്കണമെന്നും, നീ മറ്റൊരുത്തന് വസ്ത്രം വാങ്ങിക്കൊടുക്കണമെന്നും പറഞ്ഞ ആ പ്രവാചകന്റെ വചനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഈദ് ആഘോഷം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പ്രാർത്ഥന ഇങ്ങനെയാണ്. അതായത് ഓരോരുത്തരും, ഞാൻ നെറ്റിയിൽ കുറിയിടുന്ന ഹിന്ദു വിശ്വാസിയാണ്, എന്നാൽ മറ്റൊരാൾ പള്ളിയിൽ പോകുന്ന ഒരാളാണ്. പക്ഷെ എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സർവേബി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുത് എന്നാണ്. ഓരോരുത്തർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നുള്ള ആ മംഗളശ്ലോകം ജപിച്ചുകൊണ്ട് എനിക്കിവിടെ കാണാനും ഈ ഒരു അവസരത്തിൽ നിൽക്കാനും അനുവദിച്ചതിന് എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. ശ്രീമതി ശോഭാ സുരേന്ദ്രന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികൾ കൂടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഫ്രൂട്ട്സ് വിതരണം കൂടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നിർവഹിക്കുമെന്നാണ്. കൊടുത്തു, ചേച്ചി കൊടുത്തു, നിങ്ങളെ അങ്ങോട്ട് തരാം. തന്നാ മതി കയ്യില്. എന്തായാലും ഒരു പിന്നെ ഇതിന്റെ സ്വാഭാവികമായിട്ടും LDF-ന്റെ സാരഥിയായിട്ടുള്ള NMR റസാഖ്, NMR ബിരിയാണി കടയുടെ ഉടമയാണ്, LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. 2 പേരെയും നമുക്കിവിടെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ഈദ് ആശംസ